രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം രാമേശ്വരത്ത് രാജ്യത്തിന്റെ പ്രധാന സേവകൻ നാളെ രാജ്യത്തിനായി സമർപ്പിക്കും. നിരവധി സവിശേഷതകളോടുകൂടിയാണ് രാമേശ്വരത്തെ പാമ്പൻ പാലം പുനർനിർമ്മിച്ച് രാജ്യത്തിനായി സമർപ്പിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അന്തിമ ട്രയൽ റൺ അടക്കം പൂർത്തിയായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1914 രാമേശ്വരത്തെ പാമ്പൻ പാലം നിർമ്മിച്ചത്. തുടർന്ന് അപകടാവസ്ഥയിലായ പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം 2022 ഡിസംബർ 23 നിർത്തിവച്ചു. പിന്നീട് പുതിയ പാലം നിർമ്മിച്ച് രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കും എത്തുന്ന ഭക്തർക്ക് യാത്രാ സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു. 2019 നവംബറിൽ പുതിയ പാമ്പൻ പാലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. 99ഓളം പില്ലറുകളിൽ 2.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. $535 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൻ വികാസ് നിഗം ലിമിറ്റഡാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത്. പഴയ പാലത്തിന്റെ ഒരു ഭാഗം സ്മാരകമായി മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ടാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാത നിർമ്മിക്കപ്പെടുന്നത്. പുതിയ പാമ്പൻ പാലം കുത്തനെ ഉയർത്താനും താഴ്ത്താനും ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. പാലം ഉയർത്താൻ 3 മിനിറ്റും താഴ്ത്താൻ 2 മിനിറ്റുമാണ് സമയം. 22 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്താനും സാധിക്കും. പഴയ പാലത്തിന് 1.5 മീറ്റർ മാത്രമായിരുന്നു ഉയർത്താൻ കഴിയുക. ഇതോടെ കൂടുതൽ വലിപ്പമുള്ള ബോട്ടുകളും കപ്പലുകളും സഞ്ചരിക്കാനും സാധിക്കും. മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനും കഴിയും പുതിയ പാലത്തിലൂടെ. പഴയ പാലത്തിലൂടെ മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രമായിരുന്നു വേഗതയിലാണ് ട്രെയിൻ സഞ്ചരിച്ചിരുന്നത്. ഭാവിയിൽ റെയിൽവേ വൈദ്യുതീകരണം കൂടി സാധ്യമാകുന്ന വിധത്തിലാണ് പാലം നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ട്രയൽ റൺ പൂർത്തിയായി കഴിഞ്ഞു. ഇനി രാമേശ്വരത്തെ പാമ്പൻ പാലം രാജ്യത്തിന് സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഈ പാലം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അത് ചരിത്ര നിമിഷമായിരിക്കും. രാമേശ്വരത്ത് നിന്നും ക്യാമറ അസിസ്റ്റന്റ് അഖിലേഷ് മുരുകനും ക്യാമറമാൻ നിധിനുമൊപ്പം അഖിൽ പാലോട്ടുമടം, ജനം, തിരുവനന്തപുരം.